ഒരാൾ 5 മണിക്ക് കല്യാണപ്പേരി പോയിട്ട് ഭക്ഷണം ചോദിച്ചാൽ കിട്ടിക്കൂടായൊന്നുമില്ല. കിട്ടും. ഞാൻ അവിടെ അല്ലെങ്കിൽ അയാൾ ഹോട്ടലിൽ ഓർന്നു തരും, കിട്ടും. പക്ഷെ ആ 12 to 2:45 ഇടയിൽ കിട്ടുന്ന സ്പീഡിൽ കിട്ടൂല. അങ്ങനെ അസറിന്റെ ശേഷം പിന്നെ ലഡു ചായന്റെ സമയമാണ്. അവിടെ പോയിരുന്നാൽ കിട്ടും. ആ രാവിലെ ചോദിച്ചാലും കിട്ടും. പക്ഷെ അസറിന്റെ ശേഷം കിട്ടും പോലെ കിട്ടൂല. രാത്രിയും കിട്ടും, ഈ സമയത്ത് കിട്ടും പോലെ കിട്ടൂല. എന്നതുപോലെ ഇന്ന് രാത്രി നാളെ പകൽ മഗ്ഫിറത്ത് കിട്ടും പോലെ ഇനി നമുക്ക് കിട്ടണമെങ്കിൽ അടുത്ത മധ്യപത്ത് വരണം. അതുകൊണ്ട് എല്ലാവരും ഇന്ന് പോയാൽ നാളെ തറാവീന് വരുന്നതിന്റെ ഇടയിലായിട്ട് 1000 തവണയെങ്കിലും അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന് ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മനസ്സിരുത്തിയിട്ട് ഇരുന്നാൽ ആകെ 27-28 മിനിറ്റേ ആവുള്ളൂ. 1000 തവണ ചൊല്ലാൻ 27-28 അരമണിക്കൂറിനുള്ളിൽ സംഗതി കഴിയും. എണ്ണം തീർക്കാനും പാടില്ല. എണ്ണപ്പ വെറുതെ ഇങ്ങനെ തീർക്കാം. മനസ്സ് തട്ടിയിട്ട് ചെല്ലണം. വലിയ പവറുള്ള, ബർക്കത്തുള്ള, പ്രതിഫലമുള്ള, മാത്രമല്ല ഉപകാരപ്രദമായ, ഫലപ്രദമായിട്ടുള്ള ദിക്റാണ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാതെ. മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു ഇസ്തിഗ്ഫാറിന്റെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇസ്തിഗ്ഫാറിന്റെ മഹത്വം, അല്ലാഹു തആല തെറ്റുകൾ പുറത്തുതരും എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ആഴങ്ങളിലേക്ക് സദസ്സിനെ കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ്. സദസ്സക്കായി ലയിച്ചിരിക്കുകയാണ്. ആളുകൾ കണ്ണെന്ന് വെള്ളം ഇങ്ങനെ ഉറ്റി സദസ്സൊക്കെ നിറയുന്ന സമയമാണ്. അപ്പൊ പ്രദേശത്തെ ഏറ്റവും വലിയൊരു തമ്മാടി സദസ്സിന്റെ ബാക്കിൽ വന്നിരുന്നു. അയാൾ ഈ സദസ്സിലെ ക്ലാസ്സൊക്കെ ഇങ്ങനെ കേട്ട് അള്ളാഹുവിന്റെ സ്നേഹവും അള്ളാഹു മനുഷ്യനോട് ചെയ്യുന്ന കൃപയും ഇസ്തിഗ്ഫാർ അള്ളാഹുവിനുള്ള ഇഷ്ടവും ഇസ്തിഗ്ഫാർ കൊണ്ട് നേടിയെടുക്കുന്ന ലാഭവും മഹത്വവും അത്ഭുതവും ഇതൊക്കെ ഇങ്ങനെ കേട്ടതിൽ ലയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇയാള് ബാക്കിൽ വന്നിരുന്നു. ബാക്കിൽ വന്നിട്ട് ക്ലാസ്സിലാണ്ട് ലയിച്ചിരിക്കുന്നത്. പെട്ടെന്ന് എണീറ്റിട്ട് ഹസൻ ബസ്രി അള്ളഹാനോട് വെച്ചോ, അസ്തഗ്ഫിറുല്ലാഹ് അലി എന്നുള്ള ഞാൻ പറഞ്ഞാലും അള്ളാഹു സ്വീകരിക്കുമോന്ന് വെച്ചു. നാട്ടിലെ ഏറ്റവും വലിയ കാരംകൂസാണ്, എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞാലും അള്ളാഹു താല എനിക്ക് അതുകൊണ്ട് അത്ഭുതം തരോ, ഫലം തരോ, എന്റെ ദോഷങ്ങളൊക്കെ പൊറുക്കുമെന്ന് വെച്ചു. അപ്പൊ ഹസൻ ബസ്രി അള്ളഹാൻ പറഞ്ഞു, ഈയല്ല, നിന്നെ പോലത്തെ 10,000 ആളുകൾ വന്നിട്ട് പറഞ്ഞാലും അള്ളാഹു സ്വീകരിക്കാൻ തയ്യാറാണ്. നിബന്ധന ഒത്ത ഇസ്തിഗ്ഫാർ ആയാൽ മതി, സ്വീകരിക്കാൻ അള്ളാഹു തയ്യാറാണ് എന്ന് പറഞ്ഞു. അതിലാ ചെറുപ്പക്കാരൻ ഇരുന്നിട്ട് ഒരൊറ്റ കരച്ചിലാണ്. കരഞ്ഞിട്ട് കൽബം കണ്ട് പഠിച്ചിട്ട് കയ്യം കണ്ട് ഉയർത്തി, പഠിച്ചോനെ ഞാൻ തെറ്റ് ഞാൻ ചെയ്യൂല, അത് ഇവിടുന്ന് കൊള്ളി മുറിച്ചിട്ട് ചെയ്യില്ല, പക്ഷേ തെറ്റ് ചെയ്യില്ല എന്ന് മനസ്സിൽ ശപഥം ചെയ്തുകൊണ്ട് കണ്ണീര് വാർത്തിട്ട് നിന്നോട് കൈനീട്ടി ചോദിക്കുന്ന യാചന, കൽബുരുകിയ ഈ രോധനം നീ അംഗീകരിച്ചെങ്കിൽ എനിക്കതിന് തെളിവ് കാണിച്ചു തരണം. എന്താ തെളിവ്? ഒന്ന്, എനിക്ക് ഇൽമു പഠിക്കാനുള്ള ഒരു മനസ്സുണ്ടാക്കി തരണം. എന്റെ മനസ്സിന് ഇപ്പൊ അതിന് പാകപ്പെട്ടിട്ടില്ല. അത് മനസ്സങ്ങോട്ട് തോന്നണല്ലോ, ബുദ്ധി ഉണ്ടായിട്ട് കാര്യമില്ല, മനസ്സ് തോന്നണം. എനിക്കതിനൊരു മനസ്സ് തരണം. 3 കാര്യമാണ് ചെറുപ്പക്കാരൻ ചോദിച്ചത്. ഒന്ന്, ഇൽമു പഠിക്കാൻ പാകത്തിൽ കൽബ് മാറ്റി തരണം. 2, എനിക്ക് മധുര സ്വരം തരണം. ഞാൻ വായങ്ങട്ട് തുറന്നാൽ നല്ല ശബ്ദം ഉണ്ടാവണം, ആര് കേട്ടാലും ആകർഷിക്കണം, അങ്ങനത്തെ ശബ്ദം. 3, ഞാൻ അങ്ങനെ ഓരോട് ഇങ്ങനെ പൈസ യാചിച്ച് നടക്കുക, അത് പറ്റൂല. അതുകൊണ്ട് എനിക്ക് ഹലാലായ ഭക്ഷണം നിന്റെ വാന്ന് ഉണ്ടാക്കി തരണം. എനിക്ക് ആരാനോട് യാചിക്കാൻ പറ്റൂല, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാക്കരുത്. ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു എന്ന കാരണത്താൽ എനിക്ക് അന്നം മുട്ടാൻ പാടില്ല എന്ന് പറഞ്ഞു. 3 കാര്യം കൊണ്ട് തായിരുന്നു. അള്ളാഹു തആല 3 കൊണ്ട് ചെയ്തു കൊടുത്തു. അവന്റെ മനസ്സിൽ പെട്ടെന്ന് ഓതാൻ തോന്നി. ഹസൻ ബസ്രി തങ്ങളുടെ ശിഷ്യനായി മാറി, കിതാബ് ഓതി മൊയ്ലിയാരായി. മൊയ്ലിയാരാവാൻ തുടങ്ങിയപ്പോ അവന്റെ തൊണ്ട അള്ളാഹു അങ്ങോട്ട് തുറന്നു കൊടുത്തു. ചരിത്രം പറയുന്നു, ഇയാൾ എവിടെങ്കിലും ഇരുന്നിട്ട് ഖുർആൻ ഓതുകയാണെങ്കിൽ, ഒരാൾ ഒരു പെണ്ണിനെ കരുതിയിട്ട് വ്യഭിചരിക്കാൻ പറയുന്ന ഇറങ്ങിയാൽ ഇയാളിങ്ങനെ ഇരുന്ന് ഓതുന്ന കേട്ടാൽ, വ്യഭിചരിക്കാൻ വേണ്ടി പെണ്ണിനെ തേടി ഇറങ്ങിയ ആള് ഈ സ്വരം കേട്ടാൽ അങ്ങോട്ട് തിരിക്കുന്ന ആ ചരിത്രം പറയുന്നത്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ചരിത്രം ഉദ്ധരിച്ചിട്ടുണ്ട്. അവിടെ പോയിട്ട് വ്യഭിചരിക്കാൻ വേണ്ടി പുറയുന്ന ഇറങ്ങിയ ആള് ഇയാൾ ഓതുന്ന സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഖുർആന്റെ ആയത്ത് അറിയുന്നില്ല, ആയത്തിന്റെ അർത്ഥം അറിഞ്ഞിട്ടല്ല, ഇയാളെ ഈ ശബ്ദത്തിലുള്ള വശീകരണം അതയാളെ മനസ്സിലുണ്ട് ആഞ്ഞു തറച്ചിട്ട് അയാളെ കൽബ് കണ്ട് പിടിച്ചു വലിക്കുകയാണ്. എന്നിട്ട് അള്ളാന്റെ കലാമിൽ ലയിപ്പിക്കുകയാണ്. പിന്നെ ഇയാളെ ഓത്ത് കേട്ടിട്ട് എണീറ്റ്, അങ്ങനെ ഉണ്ടല്ലോ ഖുർആനോത്തിന് അങ്ങനെ ഒരു മാസ്മരികത ഉണ്ട്. അബ്ദുൽ ബാസത്തിന്റെ ഓത്തൊക്കെ ഒന്ന് ശരിക്കും കേട്ടോക്കാണ് നിങ്ങൾ. മനുഷ്യൻ അറിയാതെ പിടുത്തമിട്ടു ഓത്താണ്ട് കേട്ടാൽ. ഹറമിലെ ഇമാമിന്റെ ഓത്തൊന്ന് കേട്ടോക്കാണി അവിടെ പോയിട്ട്. നമ്മളിവിടെ തറാവി നിസ്കരിക്കുമ്പോ 20 റക്അത്തിന്റെ ഇടയിൽ 37 കോട്ടുവായുണ്ട് അല്ലെ? ഹറമിൽ പോയിട്ട് നിസ്കരിക്കാൻ നോക്കാണ്
20 റക്അത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞതെന്നെ അറിയില്ല. ആ ഓത്തിലാണ്ട് ലയിക്കും നമ്മൾ. അങ്ങനെ ഒരു പ്രത്യേകത ഈ സ്വരത്തിനുണ്ട്. അപ്പൊ ഈ മഹാന്റെ ഓത്ത് കേട്ടാൽ അതിലങ്ങണ്ട് ലയിക്കും. അങ്ങനെയുള്ളൊരു മധുര ശബ്ദം അള്ളാഹു ഇദ്ദേഹത്തിന് കൊടുത്തു എന്നാണ്. മൂന്നാമത് എന്താ ചോദിച്ചത് അറിയോ? അതെല്ലാവർക്കും ഓർമ്മ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഏതായാലും മൂന്നാമത് ഭക്ഷണമാണ് ചോദിച്ചത്. സുബ്ഹാനല്ലാഹ്, ഇയാളെ ചരിത്രം പറയുന്നത് എന്താ വെച്ചാല്, ഇയാള് സുബഹിക്ക് പരിയിലാണ്ട് ഉണർന്നാല് കൊലായ്മലുണ്ടാവും ഇറച്ചി പൊരിച്ചത്, ഇറച്ചി വരട്ടിയത്, നല്ല കറി, പത്തിരി എന്നുണ്ടാവും. എവിടുന്നാന്നൊന്നും ആർക്കും അറിയില്ല. ഓരോ പാക്കറ്റും ഒരു സ്ലിപ്പ് ഉണ്ടാവും, ഹലാ ഹലാലും മിനല്ലാഹ്, നന്നായിട്ട് തിന്നോളി, ഇത് ഫ്രഷ് സാധനമാണ്, അന്വേഷിക്കാനൊന്നുമില്ല, അള്ള ഡയറക്റ്റ് ഇറക്കി തന്ന സാധനമാണ്. അങ്ങനെ സ്വാദിഷ്ടകരമായ സുഭിക്ഷമായ ഭക്ഷണം അയാൾ എല്ലാ ദിവസങ്ങളിലും കഴിച്ചിരുന്നു. അത് എവിടുന്നാന്നുള്ളത് അയാൾക്കും അറിയില്ല, നാട്ടുകാർക്കും അറിയില്ല. അയാൾക്കറിയാം, അയാൾ അള്ളഹാനോട് ചോദിച്ചിട്ടുണ്ട്, അത് അള്ള ഇറക്കിയതാണ്. അള്ളാന്റെ അടുത്ത് അന്നം കുറയല്ലേ, നമ്മളെന്തിനാ വിശക്കുന്നത് നോക്കാനേ? അവിടെ കുറെ എറുമ്പില്ലേ? ഇല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു 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 10,000 എറുമ്പുണ്ടാവും ഇവിടെ. അങ്ങനെ ഇതിപ്പോ ഇവിടെ അങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയായി. ഈ എറുമ്പുകളുടെ കൂട്ടത്തിൽ ഒന്നൊന്ന് വരെ ഭക്ഷണം കിട്ടാതെ ചത്തിട്ടില്ല. ഇതിപ്പോ ഇവിടെ മാത്രല്ല, നമ്മൾ ഈ കറുകത്തിരുത്തിയിൽ ചുരുങ്ങിയത് 15,000 കോടി എറുമ്പുണ്ടാവും. കറുകത്തിരുത്തിയിൽ ജംഗ്ഷൻക്കൊന്നും എടുക്കണ്ട, ഈ പുറങ്ങക്കാണ്ട് പോകാൻ വേണ്ട, പൊന്നാനിക്കങ്ങോട്ട് തിരിയും വേണ്ട. ഈ കറുകത്തിരുത്തിയിൽ 15,000 കോടി എറുമ്പുണ്ടാവും. ഈ 15,000 കോടി എറുമ്പിൽ ഒരൊറ്റ എറുമ്പും ഇന്ന് വരെ അന്നം കിട്ടാതെ ചത്തിട്ടില്ല. ഇല്ല. പാമ്പുകള്, തേളുകള്, തവളകള്, ഈച്ചകള്, അതൊക്കെ പിന്നെ വേറെ സംഗതി. ഞാൻ എറുമ്പിന്റെ കാര്യം മാത്രമാണ് പറയുന്നത്. അതിന് ചെറിയ എറുമ്പ്, കട്ടെറുമ്പ്, അതിന്റെ വലുതൊക്കെ ഉണ്ട്. ഇതൊന്നും അന്നം കിട്ടാതെ ചത്തിട്ടില്ലല്ലോ. ആരാ കൊടുക്കണേ? അല്ലാഹ്. ഞങ്ങൾ ഈ എറുമ്പിനെ കൊണ്ടുപോയിട്ട് വീട്ടിലൊരു കൂട്ടിലിട്ടിട്ട് മുട്ടായി കൊടുത്തിട്ട് വളർത്തിയോ കാണി 2-3 ദിവസം കഴിഞ്ഞ് ചാവും. കാരണം എന്താ? ഞമ്മക്ക് കൊടുക്കാൻ കഴിയില്ല. സുലൈമാൻ നബി അള്ളഹാനോട് പറഞ്ഞില്ലേ, പടച്ചോനെ എല്ലാവർക്കും ഇയാണ് ഭക്ഷണം കൊടുക്കണേ, അതിലെനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ ഒരു ദിവസം കടലിലുള്ള മത്സ്യങ്ങൾക്ക് തന്നെ, കടലിലുള്ള മത്സ്യങ്ങൾക്ക് മാത്രം ഭക്ഷണം കൊടുക്കാനുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. അതിന്റെ അധികാരം ഒന്ന് എനിക്ക് 1 മണിക്കൂർ ഈ വിട്ടു തരണം എന്ന് പറഞ്ഞു. ബാക്കിയൊക്കെ ഇയ്യന്നെ ഒന്ന് എന്റെ കൈമ കൂടി കൊടുക്കണം, എന്റെ ഒരു ആഗ്രഹമാണെന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹ് പറഞ്ഞു, നിങ്ങൾക്ക് കഴിയൂലെന്ന് പറഞ്ഞു. അല്ല, ഇയ്യൊന്ന് അങ്ങോട്ട് സൗകര്യം ചെയ്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ സുലൈമാൻ നബിയോട് അള്ളാഹ് പറഞ്ഞു, എന്നാ പിന്നെ കടലിലെ എല്ലാ മത്സ്യങ്ങൾക്കും ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല, ഇന്ന ഏരിയയില് ഉള്ള മത്സ്യങ്ങൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുത്തോളി, അതിന് ഞാൻ ഭക്ഷണം തരാന്ന് പറഞ്ഞു. സുലൈമാൻ നബി മാസങ്ങളായിട്ട് ഭക്ഷണം കുന്നുകൂട്ടി ഒരു ഏരിയ കൊണ്ടുപോയിട്ട്, കുന്ന് മാമലെ പോലെ ഭക്ഷണം കുന്നുകൂടി നിൽക്കുകയാണ്. അങ്ങനെ സുലൈമാൻ നബി കടൽക്കാൻ തിരിഞ്ഞു. ആദ്യം തന്നെ മത്സ്യത്തെ വിളിച്ചപ്പോ ഒരു പ്രത്യേകമായ വമ്പം മത്സ്യം കണ്ട് കയറി വന്നതാണ്. വന്നപ്പോ സുലൈമാൻ നബി പറഞ്ഞ്, എന്റെ ഓഹരി തിന്നോന്ന് പറഞ്ഞു. എന്നിട്ട് അത് പോയിട്ട് അടുത്തതിനെ വിളിക്കാന്ന് വിചാരിച്ചിട്ടാണ്. അതങ്ങണ്ട് തിന്നാൻ തുടങ്ങി. തിന്ന് കുന്നുകൂട്ടിയത് മൊത്തം കണ്ട് തിന്നിട്ട് ഇതിങ്ങനെ നോക്കുകയാണ് സുലൈമാൻ നബിനെ. എന്തെന്ന് വെച്ചിട്ട് അഴിഞ്ഞിട്ടില്ല. അപ്പൊ സുലൈമാൻ നബി പറഞ്ഞ്, എന്റെ അടുത്തുള്ള കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ മത്സ്യം പറഞ്ഞു, ഇനി മേലാൽ ഇങ്ങനെ ഞങ്ങളെ വഷളാക്കരുത്, ഞങ്ങൾ മര്യാദക്ക് എന്നും തിന്ന് കുടിച്ചിട്ട് ഇതിലിങ്ങനെ നടക്കാണ്. നിങ്ങൾ സൽക്കരിച്ചപ്പോ ഞാൻ കരുതിയത് സ്പെഷ്യൽ വല്ലതും ഉണ്ടാവുന്ന, നിങ്ങൾ സൽക്കരിച്ചപ്പോ നമ്മൾ കരുതിയത് എന്നും കിട്ടുന്നതിന് പുറമെ, അങ്ങനെയല്ല, ഒരാൾ സൽക്കരിച്ച ഐസ്ക്രീമും പിന്നെ ഫ്രൂട്ട് സലാഡൊക്കെ എക്സ്ട്രാ കിട്ടലേ ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ പുറത്തേക്ക് സൽക്കരിച്ചപ്പോ ഇതിന്റെ ഉള്ളിൽ എന്ന് നമുക്ക് ഫുള്ള് കിട്ടുന്നുണ്ട്, അത് പാകത്തിനുണ്ട്. നിങ്ങളിപ്പോ കരയൊക്കെ ക്ഷണിച്ചപ്പോ നമ്മൾ എഴുതിയ ലോകം മാറിയിട്ടാലോ വിളിക്കണേ. അപ്പൊ ഈ കടലിന് കിട്ടുന്നേക്കാൾ സ്പെഷ്യൽ വല്ലതും ഉണ്ടാവുന്ന ആഴ്ചയുടെ കയറിയത്. പക്ഷെ ഇപ്പൊ ആണെങ്കിലോ വയറ്റിലൊരു ഭാഗത്തേക്ക് എത്തിയിട്ടില്ല. മേലാൽ ഞങ്ങളിഞ്ഞ് പട്ടിണി കിടന്ന് സുലൈമാൻ നബി. സുലൈമാൻ നബി പൊട്ടിക്കരഞ്ഞുപോയി. അള്ളഹാനോട് പറഞ്ഞു, പടച്ചോനെ നിനക്കെന്നെ കഴിയുള്ളൂ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കഴിയൂല. തിരുവനന്തപുരം മൃഗശാലയിലെ ഒരു സിംഹത്തിനെ കൊണ്ട് അധികൃതർ കുടുങ്ങിപ്പോയി. ഒരു സിംഹത്തിനെ കൊണ്ട് പാഠം പഠിച്ചു. കാരണം ഈ സിംഹത്തിന് 12 കിലോ ഇറച്ചി എന്നും ആവശ്യമുണ്ട്, കൊടുക്കാൻ കിട്ടണില്ല. അവസാനം വരെ എന്ത് ചെയ്ത് ആ സിംഹത്തിനെ കൊണ്ടുപോയിട്ട് കാട്ടിൽ വിട്ടു. എന്റെ ചോദ്യം എന്താ അറിയോ? മനോരമ റിപ്പോർട്ട് ചെയ്ത ഈ റിപ്പോർട്ട് വായിച്ചിട്ട് നമുക്ക് ചോദിക്കാനുള്ളത്, ഇനി കാട്ടുന്ന ആ സിംഹത്തിന് 12 കിലോ മാംസം എന്നും കൊടുക്കണതാരാ? അല്ലാഹു. ഞമ്മക്ക് കഴിഞ്ഞില്ല, പോലീസുകാരെ കൊണ്ടുപോയിട്ട് വിട്ടു. ആ സിംഹം ഇന്നും കാട്ടിലുണ്ട്. ഇന്ന് വരെ കാട്ടിലൊരു മൃഗങ്ങളും പട്ടിണി കിടന്ന് ചത്തിട്ടില്ല. പോരാ, ഗർഭത്തിന്റെ ഉള്ളിൽ ഗർഭാശയ ശിശുവിന് പട്ടിണി മരണം ഉണ്ടായിട്ടില്ല. ഇല്ല,
പട്ടിണി മരണം ഉണ്ടായിട്ടില്ല. പുറത്തേക്ക് വന്നാൽ പട്ടിണി മരണുണ്ട്, ഉള്ളിന്ന് പട്ടിണി മരണില്ല. കാരണം അത് അള്ള നേരിട്ട് കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ കുറെ കൃത്രിമങ്ങൾ ചെയ്യണ്ട, അതുകൊണ്ട് അള്ളാഹു തആല പരീക്ഷിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ആ അള്ളാഹുവിനാണ്ട് ഏൽപ്പിച്ചാൽ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ശൈഇൻ ഖദറാ. സൂറത്ത് തലാഖിൽ അല്ലാഹു പറയുകയാണ്. ആ തഖ്വയാണ്, ഈമാൻ ഉരിയാനാണെന്ന് മുഹമ്മദ് മുസ്തഫ. അൽ ഈമാൻ ഉരിയാൻ, ഈമാൻ നഗ്നമാണ്. അത്തഖ്വ ലിബാസുഹു, തുണി ഉടുക്കാതെ എടുക്കണേ, തുണി ഇല്ലാതെ നിൽക്കുന്ന നഗ്നമായ ഈമാനിന്റെ വസ്ത്രം അത് തഖ്വയാണെന്ന് മുഹമ്മദ് മുസ്തഫ. അത് തഖ്വയാണ്. വസീനത്തുഹുൽ ഹയാ, വിശ്വാസത്തിന്റെ അലങ്കാരം നാണമാണെന്ന് മുഹമ്മദ് മുസ്തഫ. വസമറുഹു അൽ ഇൽമു, അതിന്റെ ഫലം വിജ്ഞാനമാണ്. അപ്പൊ തഖ്വയും ഹയാവും ഇൽമുല്ലെങ്കിൽ തുണി ഉടുക്കാതെ നിൽക്കുന്ന മനുഷ്യന്റെ മാതിരിയാണ് നമ്മളെ ഇസ്ലാം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇസ്ലാം പല ക്വാളിറ്റിയിലുണ്ട്. ഇപ്പൊ നിങ്ങളോ, ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. എന്റെ കയ്യിൽ ഒരു തേങ്ങട്ടി, ഇപ്പൊ ഞാൻ എന്തോ പറയും, തേങ്ങട്ടി എന്തിമേലെ ഇപ്പൊ പിടിച്ചിട്ടുള്ളൂ. നിങ്ങൾ നോക്കി, എന്തിമേലെ പിടിച്ചിട്ടുള്ളൂ, തേങ്ങന്റെ എന്തിമേലെ പിടിച്ചിട്ടുള്ളൂ എന്ന്, ചകിരിമേലെ പിടിച്ചിട്ടുള്ളൂ. എന്നാലും തേങ്ങ കിട്ടിയെന്ന് പറഞ്ഞൂടെ? അങ്ങനെ ഇപ്പൊ നമ്മൾ ഇസ്ലാം കിട്ടിയെന്ന് പറഞ്ഞു. അതിന്റു ആ ചകിരി കണ്ട് പൊളിച്ചാൽ ഉള്ളിൽ വേറെ തൊലിയുണ്ട്, അത് പൊളിച്ചാൽ അതിന്റെ ഉള്ളിൽ ചിരട്ടുണ്ട്, അത് പൊളിച്ചാൽ അതിന്റെ ഉള്ളിൽ കഴമ്പുണ്ട്, അതിന്റെ ഉള്ളില് വെള്ളമുണ്ട്. ഇനി കഴമ്പന്നെ ഉണക്കിയാൽ കൊപ്പരായി, കൊപ്പര പിഴിഞ്ഞാൽ ഇതിമൊന്നും നമ്മൾ എത്തിയില്ല. നമ്മൾ ചകരിയും പിടിച്ചുകൊണ്ട് മുസ്ലിമാന്ന് പറയാൻ. നമുക്ക് എണ്ണയും കിട്ടിയിട്ടില്ല, കഴമ്പും കിട്ടിയിട്ടില്ല, വെള്ളവും കിട്ടിയിട്ടില്ല. നമ്മൾ ഈ തേങ്ങന്റെ ചകരി പിടിച്ചിട്ട് പറയാണ് ഞാൻ മുസ്ലിമാണ്. ഇസ്ലാമിൽ എന്തേപ്പം നമുക്ക് കിട്ടിയത്? ചകരി മാത്രം. കുറച്ചും കൂടെ ഉള്ളൊക്കെ പോയാക്കാണ്, കുറച്ച് ഇൽമൊക്കെ കൊണ്ട് പഠിക്കുക, നന്നായി അധ്വാനിക്ക, കൽബും കൊണ്ട് തുറന്നു കിട്ടും. കൽബും കൊണ്ട് അപ്പൊ ഒരു ടേസ്റ്റ് ആയിരിക്കും. ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ആളുകൾ കാണുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഒറ്റക്കാണെങ്കിലും ദിക്റില്ലുമ്പോ രസിക്കാൻ കഴിയും. മഹാനായ മൻസൂർ ഹല്ലാജ് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. അവരെ ശത്രുക്കൾ കൊണ്ടുപോയിട്ട് ജയിലിട്ടിട്ട് ചാട്ടവാരടിച്ചിട്ട് ജയിലിട്ട് റൂമാണ്ട് പൂട്ടിയിട്ട് ചാവി വെച്ചാണ്ട് പോയി. അപ്പൊ ഹല്ലാജ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പഠിച്ചോനെ എനിക്ക് എന്നോട് എത്ര ഇഷ്ടാന്നുള്ള എപ്പോഴാ അറിയണെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായ, എന്റെ സൗന്ദര്യം മനസ്സിലാ. എനിക്ക് എന്നോട് എങ്ങനെ ഇഷ്ടമുള്ളത് ഞാൻ നേരത്തെ അറിയില്ല. എത്ര ഇഷ്ടമാണ് ഇപ്പൊ ഇന്ന് രാത്രിയാണ് ഞാൻ. കാരണം എന്താ, നമ്മൾ തമ്മിൽ ഒഴിഞ്ഞായാലും ഇപ്പൊ ആരും ഇല്ലല്ലോ, ഇപ്പൊ ദിക്റല്ല എന്തോ രസമുണ്ട്. നമ്മളാണെങ്കിലോ എന്തിട്ടാവും, പഠിച്ചോനെ കൈ ഒഴിച്ചു എന്നുള്ളത് ഇന്ന് തന്നെ ഉറപ്പായത്. കാരണം ഒഴിച്ചുകൊണ്ടേ കിട്ടിയില്ലേ. ആർക്കാണ് വാതിൽ കുറ്റിട്ടിട്ട് സൂയിക്കാൻ കഴിയാ? ആരും ഉണ്ടാൻ പാടില്ല. ഉണ്ടായിങ്ങാണ്ട് റിമോട്ടിൽ നെക്കിട്ടൊക്കെ ചാടാൻ നമുക്കെല്ലാവർക്കും. വാതിലാണ് കുറ്റിയിടാം. ജീവിതത്തിന്റെ സുഖാക്കാൻ പറ്റുന്ന ആർക്കാണ്? അവൻ ആൺകുട്ടിയാണ്. ഇല്ലല്ല, ഈ മൊബൈൽ വീരന്മാരിരുന്നൊക്കെ മൊബൈലൊക്കെ ഒന്ന് വാങ്ങിച്ചിട്ട് പൊരയിലൊന്ന് വാല് കുറ്റിട്ടൊക്കെ ഇട്ടൊക്കെയാണ് കാറുമ തൂങ്ങിട്ട് അങ്ങനെ നിൽക്കുന്ന ആളാ. അപ്പൊ നമ്മളെ ഈ മൊബൈൽ കുട്ടികളുണ്ടല്ലോ, ഓലിരുന്നൊക്കെ മൊബൈൽ ഒന്നാണ്ട് വാങ്ങിക്ക, മാപ്പിയമ്മയും ഒരു ദിവസം കൊടുക്കരുത്. എന്നിട്ട് വീട്ടിന്റെ റൂമൊക്കാണ്ട് കയറ്റി ഓരോരുത്തരുടെ റൂമിൽ വാതിലാണ്ട് കുറ്റിയിടാം. ടി വി ഒന്നും ഉണ്ടാൻ പാടില്ല, കമ്പ്യൂട്ടർ ഒന്നും ഉണ്ടാൻ പാടില്ല, എല്ലാം പുറത്ത് കിട്ടക്കണം. ജനലിന്റെ ഉള്ളിൽ കൂടി 3 നേരം ഭക്ഷണം മാത്രം കൊടുക്കുക. എന്നാ സുബീക്ക് വായിൽ തുറന്നാൽ കുറെ ട്രൗസർ ഇട്ട കുട്ടികൾ കാറുമ തൂങ്ങിയിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഒറ്റക്ക് സുയിക്കായിട്ട് എനിക്ക് കഴിയില്ല, കാരണം കൽബിൽ വേറെ പലതുമാണ്. അതിന് പുറത്തേക്ക് സാമഗ്രി കളിച്ചണം. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുൽബ്. മഹാനായ റൂഹുല്ലാഹി ഈസ അള്ളാഹ് എന്ന മധുരം കിട്ടിയാലുള്ള രസം ഞാൻ പറഞ്ഞുതരാം. അത് കിട്ടണം, അല്ലാതെ മരിക്കരുത്. അല്ലെങ്കിൽ ഇതിനൊന്നൊരു അർത്ഥമില്ല. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷൻ വരും. ആൾക്കാരെ കുറ്റം പറയുമ്പോൾ ടെൻഷനാവും. ആളുകൾ ഇങ്ങനെ മധു പറയുമ്പോൾ ഇങ്ങനെ പൊന്താൻ തുടങ്ങും. അത് കൽബിൽ അള്ള തട്ടാട്ടോ. കൽബിൽ അള്ള അങ്ങോട്ട് തട്ടിയ ആൾക്കാരെ കൂടി ജാക്കിയിട്ടാലും കുറ്റം പറഞ്ഞാലും എല്ലാവരും കൂടിയാണ് കുറ്റം പറഞ്ഞാലും മൂപ്പർക്ക് ടെൻഷനൊന്നും ഉണ്ടാവില്ല. എല്ലാവരും കൂടിയാണ് മത ചെയ്താലും മൂപ്പര് ജാക്കിമ്മ കയറൊന്നുമില്ല. ആ ഒരവസ്ഥ അല്ല നമുക്ക് തെറ്റ്. ആളുകൾക്ക് വേണ്ടി ആടാൻ തുടങ്ങിയാൽ ഓ മണ്ടൂസാണ്. അത് എന്തുണ്ടായിട്ടും കാര്യമില്ല, ഡിഗ്രി ഉണ്ടായിട്ടും കാര്യമില്ല, തലകെട്ടുണ്ടായിട്ടും കാര്യമില്ല. ഓ മണ്ടൂസാണ്. ആളുകൾക്ക് വേണ്ടി ആവരുത്. നമ്മളിങ്ങനെ ഖുർആൻ ഓതാണ്, ഓതന മട്ടത്തിലായിരുന്നു. അപ്പോഴാണ് അഹമ്മദാജ് എന്നിട്ട് കുറയ്ക്കേണ്ടത്. അപ്പൊ തുടങ്ങി ആദ്യത്തെ ഓതല്. അതുവരെ മട്ടത്തിലായിരുന്നു. അഹമ്മദാജ് എന്നപ്പോ സ്വീപ്പായി. അങ്ങനെ പിന്നെയുള്ള കാട്ടിലൊക്കെ മൂപ്പർക്ക് വേണ്ടിയേ ഇങ്ങനെ ആവരുത്.
നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി പണിയെടുക്കണം. വജ്ഹത്തു വജ്ഹില്ലദീ ഫത്തറ, അള്ളാഹ്ക്ക് വേണ്ടിയിരിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാം ഇങ്ങനെ ഒരു സ്ഥലത്ത് കൂടി ഇങ്ങനെ പോകുമ്പോ ഒരാൾ മലമുകളിൽ ഇരുന്നിട്ട് ദിക്ർ ഇങ്ങനെ ചൊല്ലാണ്. ഭയങ്കര ദിക്ർ, അല്ലാ അല്ലാ അല്ലാ. ഈസാ നബി പോയിട്ട് സലാം പറഞ്ഞു. സലാം അടക്കിയിട്ടാൽ നീച്ചെന്നു. ഈസാ നബി വെച്ച് എത്ര കാലമായി ഇപ്പൊ ഈ മലന്റെ മുകളിലെന്ന് വെച്ച് 40 കൊല്ലായി. 40 കൊല്ലായോ ദിക്റെല്ലാം തുടങ്ങിയിട്ട്? രസം കിട്ടിക്കണോ? രസം കിട്ടിയില്ല. ചെല്ലിയിട്ട് എണ്ണം തീർക്കണ്ട്, രസം കിട്ടി. എണ്ണം തീർക്കലും രസം കിട്ടലും രണ്ടാണ്. എണ്ണപ്പോ നമ്മളെ കുട്ടികൾ നമ്മളൊക്കെ തീർക്കലുണ്ട്. നിങ്ങൾ ഞങ്ങളെ വിളിച്ചോക്കണേ എണ്ണം തീർത്തേണ്ട വരാം, നല്ല കൗരം തന്നാൽ മതി മാത്രം. എണ്ണം തീർക്കലുണ്ട്. രസം കിട്ടലും എണ്ണം തീർക്കലും രണ്ടാ. അപ്പൊ ഇയാളോട് വെച്ചു 40 കൊല്ലായി എന്നുള്ളത് ശരിയാണ്, പക്ഷേ രസം കിട്ടിക്കണോന്ന് വെച്ചു. രസം കിട്ടിയില്ല. എവിടുന്നപ്പോ ഒതുർക്കലെന്ന് വെച്ചു ഈസാ നബി. അവിടെ ഒരു തോട് കാണിച്ചു കൊടുത്ത് അവിടുന്ന് ഒതുർത്തിട്ട് ഇവിടുന്ന് നിസ്കരിക്കും. ഈ ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് ഒന്നും അല്ലാ അല്ലാ അല്ലാ. രസം കിട്ടിയില്ല. അപ്പൊ ഇയാള് പറഞ്ഞു, നിങ്ങൾ ഈസാ നബിയെ നിങ്ങൾ പറഞ്ഞ അള്ളാഹുത്തിൽ എന്തും ചെയ്തുതരും. അതുകൊണ്ട് ദിക്റിന്റെ ഒരു രസം അള്ളാന്ന് അങ്ങോട്ട് പറയുമ്പോ ഉള്ളു തട്ടിയിട്ടുള്ള രസം എനിക്ക് കിട്ടണം. അതിന്റെ മുമ്പ് ഞാൻ മരിക്കരുത്. അത് നിങ്ങളൊന്ന് അള്ളഹാനോട് ദ്വാരന്നിട്ട് എന്റെ കൽബൊക്കെ ഒന്ന് നിറച്ചു തരാൻ വേണ്ടി പറയണമെന്നാണ്. അതിന് നിങ്ങൾ പോവല്ലേ, 40 കൊല്ലായിട്ട് മലന്റെ മുകളിൽ ഇരുന്നിട്ട് ഞാൻ വിളിക്കുകയാണ്, ഇതുവരെ രസം കിട്ടിയില്ല. അതിൽ ഈസാ നബി കൈയോർത്തി വേഗം പോയിട്ട് ഓതോർത്ത് 2 റക്അത്ത് നിസ്കരിച്ച് ഈസാ നബി അള്ളഹാനോട് തന്നെ, പഠിച്ചോനെ ഈ മനുഷ്യന് 40 കൊല്ലായിട്ട് മലന്റെ മുകളിൽ ഇരുന്നിട്ട് നിനക്ക് ദിക്റില്ലാണ്, ഇതുവരെ രസം കിട്ടിയില്ല. ഒരു മുഴുവനും വേണ്ട, ഒരു കുറച്ച് രസം അയാൾക്ക് കൊടുക്കണം റബ്ബേ, എന്റെ ദിക്റിന്റെ ആ രസം ഒന്ന് കൊടുക്കണം എന്നാണ് ഈസാ നബി ആണ്. അയാൾക്ക് രസം കിട്ടി. രസം കിട്ടിയപ്പോ ഈ മനുഷ്യനെ ഇരുന്നിട്ടാണ്ട് വിളിച്ച് 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 ചരിത്രം പറഞ്ഞ നാവുണ്ടല്ലോ നെഞ്ഞിമക്ക് കണ്ട് തൂങ്ങിന്നാണ്. ഭക്ഷണം കഴിക്കണില്ല, പരിസര ബോധമില്ല. ആ കല്ലമ്മ ഇരുന്നാണ്ട് ഉണങ്ങി അള്ളാനെ ചിന്തിച്ചിട്ട് ഒരൊറ്റ വിളി, നാവ് ഇങ്ങനെ തൂങ്ങി തൂങ്ങി തൂങ്ങി. രസം കിട്ടി, ഒക്കെ മറന്നു. കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ നിന്നിട്ട് രാവിലെ നാസ്തെ ഉച്ചക്ക് ചോറ് കഴിക്കാതെ വൈകുന്നേരം മയ്യത്താണ് കുട്ടികൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ലേ? അല്ല വായിച്ചിട്ടില്ലേ? പഠിച്ച തമ്പുരാൻ വായിച്ചിട്ടില്ലേ? പൊന്നെ പടപ്പോളങ്ങൾ പേപ്പറിൽ വായിച്ചിട്ടില്ലേ? ഒരാളാന്ന് പറഞ്ഞാലല്ലേ എനിക്ക് അതിന്റെ അപ്പുറത്തേക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലെ ഇപ്പൊ ഞാൻ ഒരാളിട്ട് കൊല്ലണ്ടേ? വായിച്ചിട്ടില്ലേ? എന്താ നമുക്ക് വായിച്ചില്ലേ? അല്ല വായിച്ചിട്ടില്ലേ? ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ കേട്ടോ? അങ്ങനൊക്കെ ഉണ്ടായാലുണ്ട്. എന്നാ കേട്ടോളൂ. അതെന്താ? രസത്ത് കുടുങ്ങിയാണ്. അപ്പൊ മറ്റൊക്കെ മറന്നു. ഇയാളാണ് രസത്തിലാണ്ട് കുടുങ്ങിയപ്പോ ഇയാള് ഭക്ഷണം കഴിക്കാനും മറന്ന് വെള്ളം കുടിക്കാനും മറന്ന് അള്ളാഹിലാണ്ട് ലയിച്ചു. തിരിച്ച് ഈസാനെ വരുമ്പോ ആളെ കോലൊക്കെ അങ്ങോട്ട് മാറിക്കണ്. പോകുമ്പോ കണ്ട മനുഷ്യനൊന്നല്ല, ചുക്കി ചുളിഞ്ഞ് എല്ലൊക്കെ പുറത്തേക്ക് തള്ളി, ഇയാളെ കുടലൊക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് തള്ളി, ഇയാളിങ്ങോട്ട് ചോഷിച്ച് ക്ഷീണിച്ച്, ഇയാളിങ്ങോട്ട് കൊള്ളിയായി, ഇയാളെ കണ്ണുള്ളിക്ക് വലഞ്ഞ്, ഇയാളിങ്ങനെ നാവ് നെഞ്ഞുമൊക്കെ ചാടിക്കണെന്നാണ്. അപ്പൊ ഈസാ നബി എന്ത് ചെയ്തു? വരുമ്പോ ഈസാ നബി സലാം പറഞ്ഞപ്പോ ഇയാൾ എന്ത് ചെയ്ത്? ചാടി നിൽക്കുന്നു. ഇപ്പൊ ഈസാ നബി പോയിട്ട് അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും അറിയണില്ല, അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും. അപ്പൊ അള്ളാഹ് പറഞ്ഞ ഈസാ നബിയെ ഒരു തുള്ളി ലദ്ദത്ത് ഇറക്കി കൊടുത്തിട്ടുള്ളൂ നമ്മള്. അപ്പോഴേക്ക് അയാളെ ഹാലിങ്ങനായി. പക്ഷെ ഫുള്ള് ഞാൻ ഇറക്കി കൊടുത്താല് അയാള് ഭൂമിയിൽ ഉണ്ടാവില്ല. നമുക്ക് ആ തുള്ളിന്റെ തുള്ളി കിട്ടിയാൽ മതി മരിക്കണതിന് മുമ്പ്. ഒരു തുള്ളിന്റെ തുള്ളി അത് കിട്ടാത്തോണ്ടാണ് ഇങ്ങനെ ആകുന്നത്. ഈ ലളിതത്ത് കിട്ടാത്തോണ്ടാണ്. ഇപ്പൊ 20 റക്അത്ത് തറാവിന്റെ ഇടയിൽ എത്ര കോട്ട നമ്മൾ ഇട്ടുകണം എന്ന് മാത്രമല്ല, ചിലവര് 15-ന് തുടങ്ങിയാണ് കുനൂത്തിന്റെ സമയത്ത് റുക്കൂക്ക് പോയാല്, സുജൂദുക്ക് പോയാല്. 15-ന് പോയാൽ മറന്നിട്ടാന്ന് വിട്ടാ. 16-ന് എന്തിനാ ഞങ്ങൾ പോണേ? ഇന്നും ഞാൻ അള്ളാഹ് മദീന ഇറങ്ങുമ്പോ ഇന്നും സുജൂദുക്ക് പോയ ആൾക്കാരുണ്ട്. എന്നു തന്നെ പണി. 15-നാകുമ്പോ എന്താക്കാ ഇത് കൊളർക്കൂലല്ലോ. അള്ളാന്നാകുമ്പോ ചങ്ങായി സുജൂദുക്കുള്ള തെപ്പീറാന്ന് പോയി നോട്ടാ. ഇവനെന്നെ 16-നും പോയാൽ, ഓനെന്നെ 17-നും പോയാൽ, ഓനെന്നെ 18-നും പോയാൽ, ഓനെന്നെ 19-നും പോയാൽ, ഓനെന്നെ 20-നും പോയാൽ. 2 രീതിയിലാകുണ്ടാവുക. ഒന്ന് ഈസാ നബി കണ്ട ഈ മനുഷ്യനേക്കാളും ലദ്ദത്ത് തോൽക്ക് കിട്ടിയിട്ടുണ്ടാവും. സുജൂദുക്ക് ചാടുകണിക്കാരം. അല്ല അങ്ങനെ ഉണ്ടാവുക. നമ്മൾ കുറ്റം പറയാൻ പറ്റൂല. അല്ല നമുക്ക് വല്ലാതെ കുറ്റം പറയാൻ പറ്റില്ല. മൂപ്പർക്ക് സുജൂദ് ചെയ്യാറ്റി അടങ്ങറായി നിൽക്കുകയാണിക്കാരം. അപ്പൊ അയക്കാണ് ചാടുകണിക്കാരം. പണ്ട് വൈലത്തൂർ ഒരാൾ പറഞ്ഞേ, മൂപ്പരിങ്ങനെ മയ്യത്തിന് കബറടക്കാണ്. അപ്പൊ ഈ മയ്യത്താവന്റെ മോന് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. മോനുണ്ട് കബറടക്കണം അവിടെ. അപ്പൊ ഈ മയ്യത്ത് ഭയങ്കര തടിയുണ്ട്.
വല്ലാതെ തടി കൂടിയാൽ നമ്മളെ കറുകത്തീസിലല്ല വേറെ ചില സ്ഥലത്തൊക്കെ ഈ കബർക്ക് താത്ത് നടക്കാനാണ്ട് തോർത്തുണ്ട് വിട്ടിട്ട് ഇടുന്ന് പറഞ്ഞേക്ക്. നിങ്ങളൊന്നല്ല കേട്ടോ, ഇവിടുത്തോരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. പുറത്ത് ചില സ്ഥലത്തൊക്കെ എന്ത് ചെയ്യും, തടി കൂടിയാലേ ആരും അറിയില്ല, അമ്പരമല്ലാണ്ട് ഒത്താൻ മതി, ഇതാണ്ട് വലിച്ചാല് അതങ്ങനെ പോവാ. അപ്പൊ അങ്ങനെ കറുകത്തീത്തിൽ ഉണ്ടാവില്ല. കറുത്തിലൊക്കെ നിസ്കരിക്കണം മുത്തച്ഛങ്ങളാണ് ഈ പണിയെടുക്കുന്നത്, ഓലങ്ങനെ ചെയ്യില്ല. വേറെ ചില സ്ഥലത്തൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞേക്കാം. അപ്പൊ ആ കൂട്ടത്തിൽ പെട്ട ആളാണ്. മോനിതിങ്ങനെ വാപ്പാനെ ഇറക്കണത് നോക്കുന്നുണ്ട്. ഇയാള് തോർത്തുകൊണ്ട് വലിച്ചേ മോൻ കണ്ട് വാപ്പ കയ്യെന്നാണ് വീണു. കയറി ഉടനെ മോനെ ഇയാളെ മാറി പിടിച്ചു. ഇവിടെ വരുന്നത് എന്തെന്റെ വാപ്പനെ കാട്ടിന്ന് വെച്ച്, നിങ്ങൾ എന്തെന്റെ വാപ്പാനെ കാട്ടിന്ന് വെച്ച്, അത് മയ്യത്തായ ശരീരല്ലേ, നിങ്ങളാണ്ട് താഴ്ത്ത് കിട്ടാലേ ബാക്കിൽ എല്ല് പൊട്ടൂലേ, എന്താ നിങ്ങൾ കാട്ടിന്ന് വെച്ച്. അതിൽ ഇയാളറിഞ്ഞേ പൊന്നുമനെ ഇവിടെ വടാറിനെ അണ്ട് മറുകൊണ്ടായി എൻ്റെ വാപ്പ പൊടുത്തം വിട്ട് സൈസാണെന്നാണ്. എന്തേന്ന് വെച്ച് മയ്യത്ത് കുളിപ്പിക്കുമ്പോഴെന്നെ മൂപ്പരിങ്ങനെ ചിരിക്കണുണ്ട്. ഇപ്പം ഒപ്പിക്ക മയ്യത്ത് കുളിപ്പിക്കുമ്പോഴെന്നെ മൂപ്പരിങ്ങനെ ചിരിക്കണുണ്ട്. അവസാനം ഞാൻ കബർക്ക് ഇറക്കിയപ്പോൾ മയ്യത്ത് കട്ടിലൊന്ന് നിപ്പിട്ടില്ല, കാരണം മൂപ്പർക്ക് വേഗം കബർക്കാണ് പോകണം. ഞാൻ കൈക്കാലാണ്ട് എടുത്തപ്പോൾ കബറിന്റെ ഉള്ളിൽ ഓർലിങ്ങൾ മൂപ്പരെ നോക്കി ഇങ്ങനെ ചിരിക്കണ ഇയാൾ കണ്ടപ്പോൾ കയ്യിൽ നിന്ന് അങ്ങോട്ട് ചാടി വീണതാ, പൊടുത്തം വിട്ട സൈസാണെന്നായിരുന്നു. അതിൽ ഗൾഫിൽ നിന്ന് കൊടുന്ന പുതിയ ഒരു 1000 ദിർഹം ഉണ്ടായിരുന്നു, പോക്കറ്റിലാണ്ട് വെച്ചു കൊടുത്ത്. അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. അപ്പൊ അങ്ങനെ ആയിരിക്കും ഈ 15 മുതൽ ഇപ്പൊ 19 വരെയും റുക്കൂ സുജൂദക്ക് പോകുന്ന ആൾക്കാരെ ഹാലിനെ ഞാൻ മനസ്സിലാക്കണം. ഓൾക്ക് സുജൂദ് യായിട്ട് ഇടങ്ങറയിക്കണം. 6 ദിവസം ഒപ്പം സുജൂദ് പോവുക. ഇത് 15-ന് തുടങ്ങിയതാ. കാരണം എന്താ? അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഞാൻ നോയിക്കൊണ്ട് ആരാ നാളെ സുജൂദ് പഠിച്ചാൽ ഞാൻ എന്നെ പോകാൻ കേട്ടോ. ഇതൊക്കെ പറഞ്ഞാണ് അവസാനം ഞാൻ അങ്ങോട്ട് പോയാല് നിങ്ങൾക്ക് ഏതായാലും